ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം തുർക്കി ആകും. ഖത്തറിന് പിന്നാലെ തുർക്കിയും ആക്രമിക്കപ്പെടും എന്ന അഭ്യൂഹം ശക്തം. ഹമാസിന്റെ പേര് പറഞ്ഞ് തങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ചാൽ മേഖല ദുരന്തത്തിലേക്ക് തള്ളിവിടപ്പെടും എന്ന് തുർക്കി ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഖത്തറിനെ ആക്രമിച്ചതോടെയാണ് മേഖലയിൽ ഭീതിയുടെ നിഴൽ വീണത്. ജിഎസ്ടി പരിഷ്കാരത്തിനു പുറമെ വ്യാപാരികൾക്ക് കർശന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ജിഎസ്ടി ഘടനയിൽ വലിയ മാറ്റമുണ്ടായതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രധാന റീറ്റെയിൽ ശൃംഖലകളോട് കിഴിവുകൾ വ്യക്തമായി പരസ്യപ്പെടുത്തണമെന്ന് സർക്കാർ പുതിയ നിർദ്ദേശം നൽകി. റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ കുറിപ്പ് ഉദ്ധരിച്ച് പിടിയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആദായ നികുതി റിട്ടേൺ ഇനിയും സമർപ്പിച്ചില്ലേ? എങ്കിൽ വേഗം ആയിക്കോളൂ. രാജ്യത്ത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സംപരിധി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി. ആദായ നികുതി ഫയലിംഗ് ഇന്നലെ അവസാനിക്കാനിരിക്കെയാണ് ഇന്ന് ഒരു ദിവസം കൂടി റിട്ടേൺ സമർപ്പിക്കാൻ അവസരം നൽകിയത്. പോർട്ടലിലെ സാങ്കേതിക തകരാറുകൾ കാരണം നികുതി ദായകർക്ക് റിട്ടേൺ സമർപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നുകൂടി നീട്ടിയത്. മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി തിരൂരിൽ ഏറ്റെടുത്ത ഭൂമി നിർമ്മാണ പ്രവൃത്തികൾ നിരോധിച്ച ഗണത്തിൽപ്പെടുന്നതാണ് എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. വില നിർണ്ണയത്തിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ പേര് എന്തുകൊണ്ട് ജലീൽ പുറത്തുവിട്ടില്ല? രണ്ടാമത് നടന്ന യോഗത്തിൽ പങ്കെടുത്തത് ഇടതുപക്ഷ നേതാക്കളുടെ ബന്ധുക്കളാണ് എന്നും ഫിറോസ് പറഞ്ഞു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംഎൽഎമാരായ സനീഷ് കുമാറും എകെഎം അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് പ്രതിരോധത്തിലായ കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി രാഹുൽ ഈശ്വർ വീണ്ടും രംഗത്ത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ സഭ വിടുകയും ചെയ്തു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭാ പ്രസംഗം ലീക്കായി എന്ന തരത്തിൽ ഫേസ്ബുക്കിൽ രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റ് ചർച്ചയാവുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തൃശൂരിലും ചേർത്തത് നേരത്തെ വലിയ വിവാദമായിരുന്നു. ശാസ്തമംഗലത്ത് വോട്ടുള്ള വേളയിൽ തന്നെയാണ് തൃശൂരിലും വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. ഇവർ നൽകിയ വിലാസത്തിലുള്ള വീട് പിന്നീട് മറ്റൊരാൾക്ക് വിറ്റുവെന്നും ആരോപണം ഉയർന്നിരുന്നു. പ്രമാദമായ നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വിചാരണ കോടതി വീണ്ടും പരിഗണിക്കും. കൊച്ചിയിലെ വിചാരണ കോടതിയാണ് വിധി പ്രഖ്യാപനം കാത്തിരിക്കുന്ന കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കേസിൽ ഇതിനോടകം തന്നെ അന്തിമവാദം പൂർത്തിയാക്കിയിരുന്നു. നിലവിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയനിവാരണമാണ് നടക്കുന്നത്. ഇതിനായാണ് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഗാസ വിഷയത്തിൽ സ്വന്തം നിലപാട് അറിയിച്ച പ്രശസ്ത എഴുത്തുകാരിയും നിരൂപകയുമായ ഡോക്ടർ എം ലീലാവതി ടീച്ചർ നേരിടുന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തന്റെ 98 പിറന്നാൾ ദിനത്തിലാണ് ആഘോഷങ്ങൾ വേണ്ടെന്ന് വച്ച് ലീലാവതി ഗാസയിലെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബിഗ് ബോസ് സീസൺ 7 ഏറെ പ്രതീക്ഷയോടെ എത്തിയ സോഷ്യൽ മീഡിയ താരമാണ് രേണു സുധി. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരുടെ പിന്തുണയോടെയാണ് രേണു സുധി ബിഗ് ബോസ് ഹൌസിനുള്ളിൽ എത്തിപ്പെട്ടത്. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഏറ്റവും മോശം പ്രകടനമാണ് രേണു ബിഗ് ബോസിനുള്ളിൽ കാഴ്ചവെച്ചത്. ഹൌസിനുള്ളിൽ നടക്കുന്ന തർക്കങ്ങളിലോ ടാസ്കുകളിലോ കാര്യമായി പങ്കെടുക്കാതെ ഒരു കട്ടിലിൽ മാറിക്കിടക്കുന്ന രേണുവിനെയാണ് ആരാധകർ കണ്ടത്.